Welcome students. Welcome to Ideal Learning. Arithmetic സീക്വൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15-ലെ സെറ്റ് ഓഫ് എക്സർസൈസ് ആണ് ഈ തേർഡ് പാർട്ടായിട്ട് ഐഡിയൽ ലേണിംഗ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ algebraic expression for each of the sequences below. Sequence of odd numbers, sequence of natural numbers which leave remainder 1 on division by 3, the sequence of natural numbers ending in 1, the sequence of natural numbers ending in 1 or 6. അപ്പോൾ ഇതെല്ലാം നമ്മൾ സീക്വൻസുകൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് അറിയാം, അതുപോലെ ലീവ് റിമൈൻഡർ 1 വരുന്നത് ഡിവിഷൻ ബൈ 3 വരുന്നത്, അപ്പോൾ ആ സീക്വൻസ് അറിയാം. നെക്സ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എൻഡിങ് ഇൻ 1 വരുന്നത്, ഇതെല്ലാം നമുക്ക് എഴുതി നോക്കാം. അവയുടെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് നോക്കാം. സീക്വൻസ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര അപ് ടു nth ഓഡ് നമ്പർ വരെ. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ റിലേഷൻ എഴുതുക, അതായത് പൊസിഷൻ, ഇവയുടെ പൊസിഷനും റിലേഷനും കൂടിയുള്ള ഇത് എഴുതുക. ഫസ്റ്റ് 2 × 1 -1, അതായത് ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് നമ്പർ 2 × 1 ഫസ്റ്റ് പൊസിഷനെയാണ് ഇത് കാണിക്കുന്നത്. ഈ 2 കാണിക്കുന്നത് ദർ ഇസ് എ കോമൺ ഡിഫറൻസ്, 2 ആണ് ഇവിടെ വരുന്ന ഡിഫറൻസ്, അതാണ് 2 × 1 -1. ദെൻ നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് 2 × 2 4 -1 ആണ്. അടുത്തത് 2 × 3 6 -1 5 കിട്ടുന്നു, എക്സെട്ര. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? nth നമ്പർ, അതായത് എല്ലാത്തിനും 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ n × 2, nth നമ്പർ × 2 -1, ദാറ്റ് ഈസ് 2n -1. xn = 2n -1 എന്ന് കിട്ടുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ 1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. 1നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 3 ആണ്. ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ 0, 3 × 0 0, റിമൈൻഡർ 1 വരുന്നത്. നെക്സ്റ്റ് അതിനോടുകൂടി 3 ആഡ് ചെയ്ത് 1 + 3 4 and 4 + 3 7 and +3 10 എക്സെട്ര. അപ്പോൾ ആ റിലേഷൻ എഴുതുമ്പോൾ അതുപോലെ തന്നെ ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അത് പൊസിഷനുമായിട്ട് ചേർന്നുള്ളത് ഫസ്റ്റ് പൊസിഷനാണ്. അത് 3 - 2 ആണ് 1 കിട്ടുന്നതെന്ന് കാണാം. നെക്സ്റ്റ് 3 × 2 സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്, ഇത് കണ്ടോ, സി ദിസ് 3 × 2 ആണ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത്, അതായത് 6 - 2 ചെയ്താൽ 4 കിട്ടുമെന്ന് കാണാം. നെക്സ്റ്റ് തേർഡ് പൊസിഷനിൽ വരുന്നത്, അതായത് കോമൺ ഡിഫറൻസ്, ആ പൊതുവ്യത്യാസം 3 × 3, ആ 9 - 2 ചെയ്താൽ ഈ 7 കിട്ടുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് 3 × 4, 12 - 2 ചെയ്താൽ 10 കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആ റിലേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതുക. അപ്പോൾ അതിൽ 3n, xn = 3n - 2, എല്ലാത്തിൽ നിന്നും പൊതുവായിട്ട് 2 മൈനസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്ന് പറയുമ്പോൾ 1, 11, 21, 31 അങ്ങനെ വരുന്നു. അപ്പോൾ അവയുടെ റിലേഷൻ എന്ന് പറയുന്നത് 1 കിട്ടുന്നത് 10 - 9 ആണെന്നറിയാം. നെക്സ്റ്റ് 11 കിട്ടുന്നത് 20 - 9 ആണെന്നറിയാം. നെക്സ്റ്റ് 21 30 - 9 ആണ്, 40 - 9 ആണ്, അങ്ങനെ പോകുന്നു. ഇനി അവയെ പൊസിഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ 10 എന്ന് പറയുന്നത് 10 × 1 ഫസ്റ്റ് പൊസിഷൻ, നെക്സ്റ്റ് 20 10 × 2 സെക്കൻഡ് പൊസിഷൻ, ആൻഡ് 10 × 3 ദാറ്റ് ഈസ് ദിസ് 21, അതായത് 30 - 9 21, 10 × 4 40 40 - 9 31 എക്സെട്ര അപ് ടു nth ടേം എന്ന് പറയുന്നത് 10 × n - 9 ആണ്. അത് xn = 10n - 9 എന്നുള്ള ഓൾജിബ്ര അതിൽ കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6, 1ലോ 6ലോ അവസാനിക്കുന്നത്. അപ്പോൾ 1 6 ഇതെല്ലാം നേരത്തെ സീക്വൻസ് എഴുതിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വേഗം പറയുന്നത്. 1 6 11 16 എക്സെട്ര അപ് ടു n. അപ്പോൾ ഇവിടെ റിലേഷൻ ഫസ്റ്റ് 1 കിട്ടുന്നത് 5 - 4, 6 കിട്ടുന്നത് 10 - 4, 11 കിട്ടുന്നത് 15 - 4. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കാണുന്നത് 5 ആണ്, എല്ലാത്തിനോടും 5 ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈസ് 5 ഫസ്റ്റ് പൊസിഷൻ 5 × 1, നെക്സ്റ്റ് 5 × 2 ആണ് ഈ 10 കിട്ടുന്നത്, നെക്സ്റ്റ് 5 × 3 ആണ്, 5 × 4 ആണ്, എക്സെട്ര അപ് ടു 5 × n. ദെർഫോർ xn എഴുതാം 5n - 4, 5n - 4 എന്നുള്ളത് എഴുതാവുന്നതാണ്. ആ സെറ്റിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ്
starting with an equilateral triangle, write the algebraic expression for the sequence of the sums of inner angles, the sums of the outer angles, the measure of an inner angle and the measure of an outer angle. ഇതും സീക്വൻസ് നേരത്തെ എഴുതി കാണിച്ചിട്ടുള്ളതാണ്. റെഗുലർ പോളിഗൺസ് അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവയുടെ സീക്വൻസ് എഴുതേണ്ടത്, ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് എഴുതേണ്ടത് സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് ഉള്ളിലെ ആംഗിളിൻ്റെ അളവ്, പിന്നെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ്, മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഒരെണ്ണം, ആൻഡ് മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ സം 180 ആണ്. നെക്സ്റ്റ് വരുന്നത് 4 സൈഡുള്ളത് അത് 360 ആണ് ഇന്നർ ആംഗിൾ സം. ദെൻ 5 സൈഡ് വരുന്ന പെൻറ്റഗൺ അത് 540 ആണ്. ദെൻ നെക്സ്റ്റ് 720 ആണ്, എക്സെട്ര, അങ്ങനെ പോകുന്നു. ഇനി ഇവയുടെ റിലേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 × 180, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 × 180, അതായത് സെക്കൻഡ് പൊസിഷനായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് 3 × 180 തേർഡ് പൊസിഷനായിട്ട് കണക്ട് ചെയ്യാം. ഇത് 4 × 180 ഫോർത്ത് പൊസിഷൻ. ദെൻ ലാസ്റ്റ് ഈസ് nth സൈഡുള്ളത്, nth സൈഡുള്ളതിൻ്റേത് n × 180 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ദർഫോർ xn ഈസ് ഈക്വൽസ് 180 × n, 1 2 3 4 അങ്ങനെ ചേഞ്ച് വരുന്ന നമ്പർ, അതാണ് n. ഓക്കെ, xn ഈസ് ഈക്വൽസ് 180 ഡിഗ്രി എന്ന് കിട്ടും. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്ര സൈഡഡ് പോളിഗൺ ആയാലും ഔട്ടർ ആംഗിൾ സം എല്ലാം 360 ഡിഗ്രി ആണെന്ന് അറിയാം. അതുകൊണ്ട് xn ഈസ് ഈക്വൽസ് 360 ഡിഗ്രി എന്ന് തന്നെ എഴുതേണ്ടതാണ്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ഇന്നർ ആംഗിളാണ്. 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180യുടേത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 ഡിഗ്രി, അതുപോലെ 360യുടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി, 5 സൈഡുള്ളതിൻ്റേത് 108, 6 സൈഡുള്ളതിൻ്റേത് 120 ഡിഗ്രി, ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ പൊസിഷനുമായിട്ട് സൈഡ്സും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ എക്സെട്രാ അപ് ടു nth. ഓക്കെ, അപ്പോൾ റിലേഷൻ, അതുപോലെ n സൈഡഡ് റിലേഷൻ നോക്കുമ്പോൾ ഈ 180യുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 60 വരുന്നത്. 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ആ 3 എന്നുള്ളതിനെ നമ്മൾ പൊസിഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1 + 2 സ്പ്ലിറ്റ് ചെയ്യുന്നു, 180 × 1 കാണുന്നു. അതുപോലെ ഇവിടെ വരുന്നത് 180 × 2 ദാറ്റ് ഈസ് 360 ആണ്. ഇവിടെ 360യെ ഡിവൈഡഡ് ബൈ 4 സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 90 കിട്ടുന്നത്. 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 360 എന്നുള്ളത് 180 × 2 സെക്കൻഡ് പൊസിഷൻ ഓർ 2 + 2 എന്ന് താഴെയും എഴുതുന്നു. നെക്സ്റ്റ് 180 × 3 ദാറ്റ് ഈസ് 3 + 2 5 സൈഡഡ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇത് കിട്ടുന്നത്, 108 എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ അത് പൊസിഷനായിട്ട് തേർഡ് പൊസിഷൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ ഓൾജിബ്ര 180 × n, nth സൈഡ് ഓർ n ആംഗിൾസ് എന്നുള്ളത് 180 × n ഡിവൈഡഡ് ബൈ n + 2 എന്ന് നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് xn ഈസ് ഈക്വൽസ് 180n ഡിവൈഡഡ് ബൈ n + 2. ഈ ഓൾജിബ്രയാണ് 180n ഡിവൈഡഡ് ബൈ n + 2 എന്ന് കാണാവുന്നതാണ്. നെക്സ്റ്റ് ആൻ ഔട്ടർ ആംഗിൾ, അവയുടെ ഓൾജിബ്ര എന്ന് പറയുന്നത് എല്ലാ ആംഗിൾസും 360 ആണ്. ഔട്ടർ ആംഗിൾ സം എല്ലാം 360 ആണ്. ഫസ്റ്റ് 3 ഔട്ടർ ആംഗിൾസ് ഉണ്ട്, ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതിനെ 1 + 2 പൊസിഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് 360/4 ഔട്ടർ ആംഗിൾസ് ഉണ്ട് അതിൽ. അപ്പോൾ 360/2 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 360/3 + 2 5 എന്നുള്ളതിനെ ഇങ്ങനെ. നെക്സ്റ്റ് 360/n + 2 n എന്നുള്ള nth ആംഗിൾസ് ഉള്ളതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. ദെർഫോർ xn ഈസ് ഈക്വൽസ് 360/n + 2 360/n + 2 ഇതാണ് അതിൻ്റെ ഓൾജിബ്ര. പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ഈ ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഫസ്റ്റ് പിക്ചർ ഈസ് ഗോഡ് ബൈ റിമൂവിങ് the small triangle formed by joining the midpoints of an equilateral triangle. ഇതാണ്
The second picture is got by removing such a middle triangle from each of the red triangles of the first picture. ഇതിൽ നിന്ന് നീക്കിയതാണ്, അതായത് മിഡിൽ നിന്ന് നീക്കിയിരിക്കുന്നതാണ് കിട്ടിയിരിക്കുന്ന ചിത്രം. The third picture shows same thing done on the second. ഇതുപോലെ തന്നെ മിഡിൽ നിന്നും റെഡ് ട്രയാങ്കിൾസ് നീക്കിയിരിക്കുന്നു. How many red triangles are there in each picture? ഇതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 എന്ന് കൺസിഡർ ചെയ്തിട്ട് കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഈ ഓരോ പിക്ചറിലുമുള്ള സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് ഓരോ പിക്ചറിലും എന്നുള്ളത് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദീസ് 3 സീക്വൻസസ്. ഈ 3 സീക്വൻസുകളുടെയും ആൾജിബ്ര എഴുതുക. ഒബ്റ്റെയിൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യത്തെ ഇതിൽ 3 ട്രയാങ്കിൾസാണ് റെഡ് കളറിലുള്ളത്. നെക്സ്റ്റ് 9 ട്രയാങ്കിൾസ് റെഡ് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് തീർച്ചയായിട്ടും 3, 9. ഇനി ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3യുടെ സ്ക്വയറാണ് 3 × 3 ആണ് 9 എന്ന് നമുക്ക് കാണാം. അതുപോലെ 9 × 3, നെക്സ്റ്റ് ഈസ് 9 × 3 27 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് 27 × 3 ആയിരിക്കും. അങ്ങനെ ആ സീക്വൻസ് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ 4 റെഡ് ആൻഡ് റെഡ് ഇല്ലാത്ത പാർട്ടും കൂടി ഉൾപ്പെടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 4 ട്രയാങ്കിൾസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ 1 ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 4 1 ആണ്. കാരണം ടോട്ടൽ ഏരിയ ഇതിൻ്റേത് 1 ആണ് തന്നിരിക്കുന്നത്. 1 ഏരിയ ഈസ് ഈക്വൽസ് 1. ദെർഫോർ ദിസ് ഈസ് 4 ട്രയാങ്കിൾസ്. അപ്പോൾ 1/4 ഫസ്റ്റ് ഈ തന്നിരിക്കുന്നതിൻ്റേത്. ദെൻ സെക്കൻഡ് വണ്ണിൻ്റേത് ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ ഔട്ട് ഓഫ് 16 1 ഈസ് വൺ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾസ് ഏരിയ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ഇത് തമ്മിലുള്ള റിലേഷനിൽ നിന്ന് നമുക്കത് കണ്ടെത്തി എഴുതാൻ പറ്റും. അതായത് 16 × 4, 4 × 4 16, ദെൻ 16 × 4 ഈസ് ഈക്വൽസ് 64 ആണ് കാണാം. അപ്പോൾ 1/64 അങ്ങനെ അതെഴുതാം. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1/4, 1/16, 1/64 എക്സെട്ര എന്ന് കാണാവുന്നതാണ്. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് ചോദിക്കുമ്പോൾ അറിയാം, ടോട്ടൽ ട്രയാങ്കിൾസ് 4 ആണ്. അപ്പോൾ അതിൽ 3 ആണ് ഔട്ട് ഓഫ് 4 3 ട്രയാങ്കിൾസ് ആണ് റെഡ്. ദെർഫോർ 3/4 ആണ് ഏരിയ. ദെൻ നെക്സ്റ്റ് ഈസ് ഔട്ട് ഓഫ് 16 ട്രയാങ്കിൾസ് 9 ആണ് റെഡ് കളറ്. ദെർഫോർ 9/16 ആണെന്ന് കാണാം. ദെൻ നെക്സ്റ്റ് ഇവ തമ്മിലുള്ള റിലേഷനിൽ നിന്ന് തേർഡ് വൺ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3 × 3, that is 9, and 4 × 4 16. Therefore 9 × 3 27 and 16 × 4 64 എന്നിങ്ങനെ എഴുതാവുന്നതാണ്. ഫസ്റ്റ് എഴുതിയ ട്രയാങ്കിളിൻ്റെ, അതായത് റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണത്തിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 3, 9, 27 എക്സെട്ര അപ് ടു എന്നതിൽ 3 ഇത് റിലേഷൻ നോക്കിയാൽ അറിയാം 3യുടെ പവേഴ്സാണ്. 3^1, 3^2, 3^3 എക്സെട്ര. അപ്പോൾ അങ്ങനെയെങ്കിൽ 3^n, nth 3n എന്നുള്ളത് ആണെന്ന് കാണാം. ദെർഫോർ xn, nth റെഡ് ട്രയാങ്കിൾ വരുമ്പോൾ അതിൻ്റെ ആൾജിബ്ര എന്ന് പറയുന്നത് 3n ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 1 റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ സീക്വൻസ് ആണത്. 1/4, 1/16, 1/64 എക്സെട്ര അപ് ടു n. അതിൻ്റെ റിലേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1/4:1, 1/4:2, 1/4:3 എക്സെട്ര അപ് ടു 1/4n. nth ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4n ആയിരിക്കും.
therefore x is equals 1/4 എന്ന് എഴുതാം. ആ സെറ്റിലെ റെഡ് ട്രയാങ്കിൾസ്, ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ സീക്വൻസ് 3/4, 9/16, 27/64 എക്സെട്ര അപ് ടു n. ദെൻ അവയുടെ റിലേഷൻ 3/1 and 4/1. ദിസ് ഈസ് 3/2 and 4/16. 27 എന്ന് പറയുന്നത് 3/3 ആണ്. 64 എന്ന് പറയുന്നത് 4/3 ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് കാണിക്കുന്നു. ഇതിൻ്റെ പവറുകൾ എങ്ങനെയാണ് നോക്കുന്നതെന്നെല്ലാം നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. 64നെയൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 1 24ൽ 6 4s are 24. നെക്സ്റ്റ് വീണ്ടും 4 ചെയ്താൽ 4 × 4, അതാണ് 4/3. 27ൻ്റെയൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം വേയിൽ നിങ്ങൾക്ക് ചെയ്യാം. 27നെ നമ്മൾ ഇതേപോലെ തന്നെ 3 9s are, നെക്സ്റ്റ് 3 × 3 ഇങ്ങനെയാണ് പവറായിട്ട് എഴുതുന്നത് പവർ നൊട്ടേഷനിൽ. അപ്പോൾ nth എന്ന് പറയുമ്പോൾ 3/n-ഉം 4/n-ഉം. therefore xn ഇതിൻ്റെ ഓൾജിബ്ര 3/4 the whole raised to n, കാരണം രണ്ടിൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് 3/4 the whole raised to n എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. കൂടുതൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാനൊന്നുമില്ല. പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.